കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കൽ കൂടി ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപകളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന് 2 തിമോത്തിയോസ് 4 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപാകെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുൻപാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു: വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോട് വർദ്ധിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത പാലിക്കുകയും കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകൻ്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം. നമുക്ക് ശുശ്രൂഷ തരുന്ന സ്വർഗീയ പിതാവിനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത്. ജനങ്ങൾ പ്രബോധനം, അതായത് ദൈവത്തിൻ്റെ വചനത്തെ പരിഗണിക്കാതെ, ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിക്കാതെ കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. എങ്ങനെ കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്? ഇതാ അവിടെ അത്ഭുതം ചെയ്യുന്നു, ഇവിടെ അത്ഭുതം ചെയ്യുന്നു, അവിടെ കർത്താവ് വന്ന് നിൽക്കുന്നു, ഇവിടെ കർത്താവ് വന്ന് നിൽക്കുന്നു, അവിടെ മാതാവ് വന്ന് നിൽക്കുന്നു, ഇവിടെ മാതാവ് വന്ന് നിൽക്കുന്നു, അവിടെ പുണ്യാളന്മാർ അത്ഭുതം ചെയ്യുന്നു, ഇവിടെ മരിച്ചത് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു, രക്തം ഒഴുകുന്നു, മറ്റേതാ മരിച്ചത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ കെട്ടുകഥകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനായി ഈ കെട്ടുകഥയ്ക്ക് പോകുന്നത്? കർത്താവും മാതാവും ഒക്കെ ഇങ്ങനെ നടക്കുവാണോ? ഏതാനും ചിലരെ മാത്രം തിരഞ്ഞുപിടിച്ച് ചില പള്ളികളിൽ മാത്രം അത്ഭുതം ചെയ്യുന്നതാണോ നമ്മുടെ യേശു? ആണോ? അല്ല. നമ്മൾ ശ്രദ്ധയോട് കർത്താവിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും വചനത്തോടൊപ്പം ജീവിക്കുകയും വചനത്തിനായി സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ വന്ന് നിറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു ആരാധന, യേശുവേ മഹത്വം. ദൈവമേ, മഹത്വത്തിൻ്റെ രാജാവേ, ഈ വചനം ഓരോ വ്യക്തികൾക്കും ഹൃദയത്തിൽ തുളച്ചു കയറട്ടെ. അവർ ഓടുന്ന ഓട്ടം നിർത്തി ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കട്ടെ. ദൈവം ആരെന്നവർ മനസ്സിലാക്കട്ടെ. ദൈവം വലിയവനും വിശ്വസ്തനുമാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന മക്കളോട് അങ്ങേക്ക് കരുണ കാണിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. അങ്ങ് അത്രയ്ക്കും പരിശുദ്ധനും വിശുദ്ധനുമാണ്. പിതാവേ, അങ്ങയുടെ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെയും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. കെട്ടുകഥകളൊന്നും കേൾക്കുമ്പോൾ അങ്ങോട്ട് ഓടാതെ അങ്ങയിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ നന്ദി, പിതാവേ സ്തുതി. ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കൾക്കും നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗികളായിരിക്കുന്ന മക്കളെ, കടഭാരമുള്ള മക്കളെ, എന്നോട് പ്രാർത്ഥന വിളിച്ചു ചോദിച്ച മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. പിതാവേ, ഞാനും എൻ്റെ കുടുംബവും എന്നും അങ്ങയോടൊപ്പമായിരിക്കാൻ തക്കവിധം അങ്ങ് തരുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങ് സമസ്ത ജനത്തിനും അധികാരിയായ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് സർവ്വരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.